പക്ഷേ ഈ രൂപത്തിൽ കറാമത്തിൻ്റെ പേര് പറഞ്ഞ്, ഈ രൂപത്തിൽ ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞ്, ഈ രൂപത്തിൽ ഹദീസുകളിൽ വന്ന ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ പറഞ്ഞ് അതൊക്കെ ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാരുടെ പരിപാടി. അതിനുവേണ്ടി ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ രൂപങ്ങൾ ദീനിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് അറിയാമായിരുന്നു, പഴയ കാലത്ത് ഈ രൂപത്തിൽ മുസ്ലിയാക്കന്മാര് പല ഉറുക്കി ഏലസ് ഐക്കല് അതുപോലെ തന്നെയുള്ള പിന്നെ ബലിമൗലൂദ് കഴിക്കൽ, അതേപോലെ വീട് വീടാന്തരം നബിദിനത്തിന് കയറി ഇറങ്ങിയിട്ട് മൗലൂദ് ചെല്ലൽ, ഇതൊക്കെയായിരുന്നു. ഇപ്പം അതിനൊന്നും ആളെ കിട്ടാനില്ല. അതേപോലെ ബദർമാല അതേപോലെയുള്ള സംഗതികളൊന്നും ചെയ്യാൻ ആളില്ല. അപ്പം അതൊക്കെ ആളുകൾ ഒഴിവാക്കി. ആൾക്കാർക്ക് മനസ്സിലായി ഈ പ്രസ്ഥാനത്തിൻ്റെ വയല് കേട്ടപ്പോൾ അതിലൊന്നും വലിയ കയമ്പില്ല. പക്ഷേ ഇപ്പം അതൊന്നും ഏശാതായപ്പോൾ പുതിയ രൂപം കറാമത്തിൻ്റെ പേരിൽ വന്നിരിക്കുകയാണ്. എന്താണ്? സ്വലാത്ത് നഗറുകൾ സംഘടിപ്പിച്ച് ബർക്കത്തുണ്ട്, അവിടെ പ്രത്യേകമായ റഹ്മത്തിറങ്ങുന്നുണ്ട്, സ്വർഗം കിട്ടും, അവിടെ പോയ ആഗ്രഹ സഫലീകരണം നേടുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ തങ്ങന്മാർ കൊണ്ടുപോകുകയാണ്. അതിനെ സ്വന്തം അനുയായികൾക്ക് വരുമാനമില്ലാതായപ്പോൾ നമുക്ക് ആളെ കിട്ടണില്ലല്ലോ, നമ്മൾക്കൊരു സ്വലാത്ത് നഗറില്ലല്ലോ എന്ന് ഒരു വേദന ആർക്ക്? കാസിമിക്ക്. ഇവിടെ ആദ്യം ഷിർക്കിൻ്റെ ഗൗരവമൊക്കെ പറഞ്ഞ ആൾക്ക് ആ ഒറ്റ കൊല്ലം തന്നെ പറയാനുള്ള അനുവാദം കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ? അത് ഈ വേദിയിലേ കിട്ടുള്ളൂ, അവിടെ അത് നടക്കൂല. അപ്പം പിന്നെ അവസാനം ചുമട് മാറ്റി. കാരണം എന്താ? മൂപ്പർക്ക് ആവശ്യം ഒരു MP അല്ലെങ്കിൽ ഒരു MLA ആണ്. അത് കണ്ടിട്ടാണ് മൂപ്പരിങ്ങനെ നീങ്ങണേ. ഇപ്പോൾ സമദാനി ഔട്ടായപ്പോൾ മൂപ്പരാണ് ഇപ്പോൾ ഈ രംഗത്തുള്ളത്. അപ്പോൾ മൂപ്പരിങ്ങനെ ആ രൂപത്തിൽ ആൾക്കാർക്ക് വേണ്ട രൂപത്തിലൊക്കെ മാറ്റി പറഞ്ഞ് ഉഷാറാക്കിയപ്പോൾ വന്നു. എന്നിട്ട് AP വിഭാഗം നടത്തുന്ന സ്വലാത്ത് നഗറിനെ പരിഹസിച്ച് കളിയാക്കുക. എന്താ? നമ്മളനുയായികൾക്ക് ഇല്ല, നമുക്ക് കിട്ടണില്ല, അതുകൊണ്ടല്ല അസൂയൻ. കേട്ടോളി നിങ്ങളെ വാദം. നിങ്ങളൊക്കെ പല കാര്യത്തിനും അത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കണില്ല. കറാമാത്തിന്റെ വേദികൾ എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയും, ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല. പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു, എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നതാണ് എല്ലാവരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച ആർക്കായി കറാമത്ത് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മീയ നിർവൃതിയോടെയാണ് ഇവിടെ നിന്ന് ഓരോ വിശ്വാസിയും തിരിച്ചു പോകുന്നത്. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം അവൻ്റെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നിറഞ്ഞു വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. ആ
അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോൾ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിൽ. സഹോദരങ്ങളെ, ഇത് മറുവിഭാഗം വരുമാനം വാരി കൂട്ടുന്നു എന്ന് കണ്ടപ്പോ അസൂയ കൊണ്ട് പറയാണ്. എന്നാ ഇത് പോയി പാണക്കാട്ട് തങ്ങളെ വരണ്ട മുമ്പിലൊന്ന് പറയാൻ പറ്റുമോ? അവിടെ ഉണ്ടല്ലോ ഒരു തങ്ങള്, അവിടെ ഉണ്ടല്ലോ നിങ്ങൾ കൊണ്ടിടക്കുന്നത് പോലെയുള്ള ഒരു സംഗതി. അപ്പോ അവിടെ സ്വലാത്തും അതുപോലെയുള്ള സംഗതികളൊന്നല്ല, അവിടെ ഇതേപോലുള്ള തരികിടകൾ പലതും നടക്കുന്നുണ്ട്. ഈ രൂപത്തിൽ കറാമത്തിന്റെ പേരില് സമൂഹ മധ്യത്തില് ഈ രൂപത്തിൽ ചിത്രീകരിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ പച്ച കൊല്ലിട്ടിട്ട് ഈ താടിയും വെച്ചിട്ട് സ്വലാത്ത് നഗറിൽ വരുന്നവരും അവിടെ ഇരിക്കുന്നവരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവ എല്ലാവരും ഒരു നാണയത്തിന്റെ ഇരുവശ. പക്ഷെ ഒരു തങ്ങളെ മാത്രം എതിർക്കും, അപ്പുറത്തെ തങ്ങളും ഇതുപോലെ തന്നെയാണ് എന്നുള്ള സത്യം കാസിമി മറച്ചു വെക്കരുത്. അത് മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് മടിയില്ല, ഞങ്ങളത് തുറന്നു പറയും. രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിൽ വ്യക്തമായ നിലപാടുകളുണ്ട്. പക്ഷേ ആദർശത്തെ എതിർക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു നേതാവും പ്രശ്നമല്ല എന്ന് ഇവിടെയുള്ള എല്ലാ കുബൂരികളോടും ഞങ്ങൾ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ കറാമത്ത് കച്ചവടം, തങ്ങന്മാരാണ്, ഓൾക്ക് പ്രത്യേക ബർക്കത്തുണ്ട്. ഓരോ ചെറിയ കുട്ടീനെ നിങ്ങളിൽ നിന്ന് വിളിക്കണം, ഓൻ അവിടെ ബൈക്ക് വരണ്ടെങ്കിൽ നമ്മൾ നീച്ചു നോക്കണം. എന്തെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന്. കൊണ്ടോട്ടി തങ്ങന്മാരും മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിന് വരി നിന്ന സമുദായമാണ് ഈ മുസ്ലിം സമുദായങ്ങൾ, മനസ്സിലാക്കണം. ആ രൂപത്തിലുള്ളവർക്ക് നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനം വളർത്തിക്കൊള്ളുന്നത്. ഇപ്പോഴും ഈ രൂപത്തിൽ പല സ്ഥലങ്ങളിൽ ഉദ്ഘാടനം കഴിക്കുക, അതേപോലെ പല സ്ഥലങ്ങളിലും പോവുക. ഇതുപോലെ ചൊവ്വാഴ്ച പല ദിവസങ്ങളിലും അവിടെ വരുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള എല്ലാ കച്ചവടങ്ങളൊക്കെ പണ്ട് നടത്തിയിരുന്നു. ഇപ്പൊ ചില ആളുകളാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇവരെ കയ്യിലോ ഔലുമില്ല, ചക്കരിയിലൊന്നുമില്ല. അത് പിന്നെ ബുഖാരിന്റെ കയ്യിലുമില്ല, പാണക്കാട്ട് ശിഹാബ് തങ്ങളുടെ കയ്യിലുമില്ല, അങ്ങനെയുള്ള ഒരു തങ്ങന്മാരുടെ കയ്യിലുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരെന്ത് ചെയ്യണത്, കട ഉദ്ഘാടനം തങ്ങളെ ഏതാ ഡേറ്റ് മൂപ്പരത്തേക്ക് ചെല്ലിയാണ്. കാരണം എന്താ, മൂപ്പർക്ക് അറിയാലോ ഏതാ ഹൈറുള്ള ദിവസം, മൂപ്പർക്ക് അറിയുള്ളൂ ആ കച്ചവടം ബർക്കത്തുണ്ടാവോ അല്ല അത് പൊട്ടുമോ എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം ഭാര്യ മരണപ്പെട്ട വിവരം അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ അറിഞ്ഞ ആളാണോ അദ്ദേഹം? അല്ല. ചന്ദ്രിക വളരെ എല്ലാ പത്രങ്ങളും വളരെ വ്യക്തമായി എഴുതിയ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. കാസിം ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോയതുകൊണ്ട് ബാക്കി ഭാഗം നമ്മൾ പറഞ്ഞുതരാം. കറാമത്തിന്റെ കച്ചവടം അവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ ഔലുമില്ല, ചക്കരിയില്ല, ഒന്നുമില്ല. ഇവർക്കൊക്കെ വലിയ വലിയ വീട് കയറ്റണം, സമുദായത്തിൽ നിങ്ങൾ ഞെളിഞ്ഞ് നടക്കണം എന്നാ. സത്യത്തിൽ എല്ലാവരുടെ സ്ഥിതി അത് തന്നെയാണ്. കേട്ടോളി നിങ്ങൾ, ഇവരെ കയ്യിൽ ഒരു കറാമത്തുമില്ല, ഒരു ബർക്കത്തും ഇവരടുത്ത് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ലളിതമായൊരു ഉദാഹരണം സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉള്ളത് ഇവിടെ നമുക്ക് പത്രത്തിൽ വായിക്കാൻ സാധിക്കും. ശിഹാബ് തങ്ങൾ തിരിച്ചെത്തി. അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ പാണക്കാട്ടെ വസതിയിൽ മടങ്ങിയെത്തി. ഇന്നലെ രാത്രി 8 മണിക്കാണ് തങ്ങൾ വീട്ടിലെത്തിയത്. തങ്ങളുടെ വരവ് ഇന്നലെ വൈകും വരെ പുറത്ത് അറിയിച്ചിരുന്നില്ലെങ്കിലും 100-ലേറെ പേർ അദ്ദേഹത്തെ കാത്ത് കൊടപ്പനക്കൽ വീട്ടിലെത്തിയിരുന്നു. പ്രിയപത്നി ഫാത്തിമ ഷരീഫ ബീബി ഇല്ലാത്ത പാണക്കാട്ട് കൊടപ്പനക്കൽ വീട്ടിൽ ശിഹാബ് തങ്ങൾ മടങ്ങിയെത്തിയ കാഴ്ച വികാരനിർഭയമായിരുന്നു. ഭാര്യയുടെ വിയോഗം, ഭാര്യയുടെ ശരിക്കും ശ്രദ്ധിച്ചോളിട്ടെ, ഈ ഭാഗം വളരെ പ്രസക്തമാണ്. ഭാര്യയുടെ വിയോഗ വിവരം അറിയാതെയാണ് തങ്ങൾ വന്നത്. എല്ലാം അറിഞ്ഞ് ദുഃഖം ഉള്ളിലൊതുക്കി ബന്ധുക്കളും നാട്ടുകാരും തങ്ങളെ കാത്തിരുന്നു. ഒന്നുമറിയാതെ തങ്ങൾ പുഞ്ചിരിയോടെ നിന്നു. വടി കുത്തിപ്പിടിച്ച് തങ്ങൾ മുറ്റത്തിറങ്ങി പരസഹായമില്ലാതെ പതിയെ മുന്നോട്ട് നടന്നു. സുഖമായി തിരിച്ചെത്തി എന്ന് പടച്ചവന് നന്ദി പറഞ്ഞ് പ്രാർത്ഥന. പിന്നെ എല്ലാവരോടുമായി കൈവീശി സലാം പറഞ്ഞു. വീട്ടിൽ കയറിയ ശേഷം അനുജൻ ഉമർ അലി ശിഹാബ് തങ്ങളാണ് പത്നിയുടെ മരണവിവരം അറിയിച്ചത്. അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവ സ്വന്തം ഭാര്യ മരിച്ചത് അമേരിക്കയിൽ നിന്ന് അറിഞ്ഞിട്ടില്ല. നാട്ടിലെത്തിയിട്ട് എല്ലാവരും ദുഃഖത്തിലിരിക്കുക, മൂപ്പരപ്പോഴും പുഞ്ചിരിയ. കാരണം എന്താ, അറിയില്ല സാധുവിന് വൈബ് അറിയില്ല കൂട്ടരെ, ആർക്കും ഇതിന്റെ ഒരു കറാമത്തൊന്നുമില്ല. ഇത് സ്വന്തം ഭാര്യ മരിച്ചു വരുമ്പോൾ മൂപ്പർ അറിഞ്ഞില്ല. അങ്ങനെ അവസാനം ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു എന്നാ. അപ്പൊ ഇത്ര ദുർബലമായ സാധാരണ നമ്മളെപ്പോലെ അതേ കഴിവും അതേ പത്രാസും തന്നെ ഉള്ളൂ.
പക്ഷെ സമൂഹത്തിൽ ആ രൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് ഈ രൂപത്തിൽ കച്ചവടം നടത്തി സമൂഹ മധ്യത്തിൽ ഈ രൂപത്തിലുള്ള സംഗതികളൊക്കെ നടത്തുമ്പോൾ ഒരു ഭാഗം മാത്രം പറഞ്ഞ് മറുഭാഗം മറച്ചു വെക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ആ രൂപത്തിൽ വിശദീകരണങ്ങളിൽ നിന്ന് മാറി വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ്. സഹോദരങ്ങളെ, അപ്പൊ കറാമത്തിന്റെ പേരിലുള്ള കച്ചവടം ഒരു ഭാഗത്ത് മാത്രമാണ് നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കൈകളില് മറ്റുള്ള വരുമാനം ലഭിക്കാത്തത് കൊണ്ടുള്ള അസൂയ കൊണ്ട് പറയാ. പക്ഷെ ഈ പറഞ്ഞ ആള് തന്നെ ഇതിന് വൈരുദ്ധ്യം പ്രവർത്തിക്കുന്നുണ്ട്. എന്താ? മൂപ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊരു ഭാഗത്ത്. ഒരു ഭാഗത്ത് ഈ കറാമത്തിനെ നിഷേധിക്കുക, അതിനെ എന്ത് ചെയ്യുക, പരിഹസിക്കുക, മറ്റുള്ള ആളുകളെ നടത്തുന്നുണ്ട് എന്ന് പറയാ. എന്നാലോ അവനവന്റെ വേദിയിൽ അത് നടത്തും ചെയ്യുക. ആ കറാമത്ത് കച്ചവടങ്ങളൊന്ന് കണ്ടോളി. എന്ന് തുമ്പിൽ പോയി, ടെന്റിൽ പോയി, എന്നിട്ട് ഹബീബായ നബി തന്റെ ആടിനെ അറുത്തു. എന്നിട്ട് ബാർബറെ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരുടെ ഒപ്പം പോരണം. ഈ ഹദീസ് മനസ്സിലാക്കണം. ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖ് അലൈഹി. റസൂലുള്ളാഹി ഹജ്ജിന്റെ വേളയാണ്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹജ്ജിന്റെ വേളയാ. വന്നിട്ട് ടെന്റിൽ മിനയിൽ വന്നു, എന്നിട്ട് ജംറ എറിഞ്ഞു. എന്നിട്ട് റൂമിൽ ടെന്റിൽ വന്നു. എന്നിട്ട് ബാർബറെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? മുടി കളഞ്ഞിട്ടില്ല, കളയാൻ വേണ്ടി നിന്ന് കൊടുത്തു. ഷിഖ്ഖുൽ അയ്മൻ, സുന്നത്തായ കാര്യമാണ്. എന്ത് സുന്നത്തായ കാര്യമാണ്? എന്ത്? വലഭാഗം കാണിച്ചു കൊടുക്കാൻ. ആദ്യം വലഭാഗം കാണിച്ചു കൊടുക്കാം. അങ്ങനെ വലഭാഗം കാണിച്ചു കൊടുത്തു. ഫഹല്ലഖഹു, ആ ബാർബർ വലഭാഗം വടിച്ചു. വടിച്ചു കഴിഞ്ഞപ്പോ ഹബീബായ നബി അബൂ ത്വൽഹത്തുൽ അൻസാരിയെ വിളിച്ചു. മുസ്തഫ നബിയുടെ എക്കാലത്തെയും സഹായിയാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ വിളിച്ചിട്ട് ആ മുടി വേഗം അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്കാണ് കൊടുത്തു. ശ്രദ്ധിക്കണം, ആ മുടി മനസ്സിലാക്കണം കേട്ടോ, വലിച്ചെറിയാനല്ല. എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം. കൊടുത്തു. പിന്നെ എന്നിട്ട് ഇടഭാഗം കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാർബർ ഇടഭാഗവും വടിച്ചു. പിന്നെയും അബൂ ത്വൽഹ വിളിച്ചു. എന്നിട്ട് ആ ഇടഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു. മനസ്സിലായില്ല? വലഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു, ഇടഭാഗത്തെ മുടിയും കൊടുത്തു. എന്നിട്ട് ഫഖാല, ഹബീബായ നബി പറഞ്ഞു, ഇഖ്സിമുഹു ബൈനന്നാസ്, ഇഖ്സിമുഹു ബൈനന്നാസ്. ഇത് മനുഷ്യർക്കിടയിൽ, ഇത് സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുക. എന്റെ കുശിടാനല്ല പറഞ്ഞു. ഹബീബായ നബിയുടെ മുടിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്താ നീ ഇതിനൊരു മറുപടി പറ? ഇതിന് മറുപടി അറിയാം. എന്താ അതിന് മറുപടി അറിയാം? എന്താ ഇതിന് മറുപടി അറിയാം? ഹബീബായ നബി യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. മറുപടി പറയട്ടെ. വലിയ വലിയ കാസറ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ ഷാർജന്ന്. പറയാതിന് മറുപടി വളരെ ചിന്തിക്കണം. വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളന്മാർ ഇറങ്ങി വരും. അസ്ലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അല്ലാഹു തആല അസ്ലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് പറ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖ് അലൈഹി ഹദീസ. ഇതും ലൈഫാക്കിയ പിന്നെ നിന്റെ കഥ എന്താണ്? അപ്പോ ഹദീസ് ഉദ്ധരിച്ചിട്ട് കണ്ണു ചിമ്പി പറഞ്ഞിട്ട് നമ്മളോട് പറയാണ് ഇതും ലൈഫാക്കിയാൽ പിന്നെ നിന്റെ കഥ എന്താണ്? ഇവലെ വിചാരം നമുക്ക് പറ്റാത്തതൊക്കെ നമ്മൾ ലൈഫാക്കാൻ പ്രത്യേക യന്ത്രം നമ്മളെടുത്തിട്ടുണ്ട്. ആ ഹദീസ് അയക്കാൻ ഇടുക, 4 തിരിച്ചിൽ തിരിച്ച ലൈഫ് സഹീഹ്. ഞങ്ങൾ അങ്ങനെ 4 തിരിച്ചിലിച്ച് ഇതിനായിട്ട് യന്ത്രം കൊണ്ടെടുക്കണമൊന്നുമില്ല. പൂർവികരായ അഹ്ലു സുന്നത്തിന്റെ ആലിമികൾ സ്വീകരിച്ച അതേ പ്രമാണം തന്നെയാണ് ഏത് ഹദീസിനോടും ഞങ്ങൾ പുലർത്തുന്നത്. ഈ ഹദീസിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല, അതൊരു സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ സംഭവം മൂപ്പർ പറയില്ല എന്നുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് ഞാനും പറയുന്നില്ല. ശരി, അത് സ്വഹാബികൾ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാ മൂപ്പര് അത് കൊണ്ടുവരുന്നത് എന്തിനാ? ആ മുടിന്റെ ഹദീസ് കൊണ്ടുവരുന്നത് എന്തിനാ? കേട്ടോളി. പറഞ്ഞു യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു തരാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത്
ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ് എന്തെങ്കിലും തോന്നിയത്. അപ്പൊ എന്തിനാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്തിനാ? ദാറുൽ ഖുർആനിക്ക് 25,000 പെട്ടണം, അതിനാണ് ഹദീസ്. അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സ്വഹാബികൾ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് സൂക്ഷിച്ചു വെച്ചു എന്നും അത് മരിക്കുന്നത് വരെ അവർ എടുത്തിരുന്നു എന്നും ഒക്കെ ഹദീസിലുണ്ട്, അതിനൊന്നും എതിർത്തിട്ടില്ല. പക്ഷെ ഇവരെന്തിനാ ഹദീസ് കൊണ്ടുവരുന്നത്? അതിട്ട വെള്ളം വിൽക്കാൻ. 5 പൈസ 10 പൈസ അല്ലെങ്കിൽ 50 പൈസ, 1 രൂപ 2 രൂപയ്ക്കൊക്കെ സാധാരണക്കാരായ ആൾക്കാർക്ക് അതിന്റെ പോരിഷണ്ട് കുടിക്കാൻ കൊടുക്കല്ല. 15,000 രൂപ 25,000 രൂപ തന്നാ ദാറുൽ ഖുർആൻ തന്നാ ബാവാട്ട് ഉസ്താദിന്റെ അടുത്തുണ്ട്, ഞങ്ങൾ വാങ്ങിക്കോളിന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സനതുണ്ട് മറ്റതുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് എന്തിനാ? കച്ചവടത്തിനാ. അപ്പൊ കറാമത്തിന്റെ കച്ചവടം എതിർത്ത കാസിന് ഇപ്പുറത്ത് റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം കച്ചവടം ചെയ്യുക. വൈരുദ്ധ്യം നോക്കൂ നിങ്ങൾ. കാപട്യ മനസ്സല്ലത്. സമൂഹത്തിന് മുമ്പിൽ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരു മുഖം, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു മുഖം. ഒക്കെ എന്താ? പടമ്പ കൈക്കോട്ട് മാറി ഇങ്ങോട്ട് മാന്താനാ. മറ്റുള്ളവർക്ക് കിട്ടരുത്, ഒക്കെ നമുക്ക് കിട്ടണമെന്നാ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത് അത് പറയാ, വേറെ ഭാഗത്ത് ഇത് പറയാ. ഇതിനല്ലേ മുനാഫിക്കിന്റെ ലക്ഷണം എന്ന് പറയാ. സഹോദരങ്ങളെ, സനതുള്ള മുടി, വെല്ലൂരിന്ന് കൊണ്ടുവന്ന മുടിയും എവിടെ അതിന്റെ സനത ഒന്ന് ഉദ്ധരിക്കി. അതിന്റെ സനതൊന്നും നിങ്ങൾ ഉദ്ധരിക്കി. അപ്പൊ കാണിച്ചാൽ അതിന്റെ കോലം. പണ്ട് മർക്കസിൽ കൊണ്ടുവന്നീനു. ഏത്? ഹസ്രത്ത് ബാൽ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് അത്രയും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. എന്താ അതിന്റെ സനത്? അതിന്റെ സനത് കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ള. നല്ല റിവായത്ത്, നല്ല സനതാ. കാശ്മീരിലെ രാഷ്ട്രീയ രംഗത്ത് ഇത്ര ദുഷ്ടനായ മോശപ്പെട്ടൊരു മനുഷ്യൻ പാറല്ല. ഓൻ്റെതാ അപ്പൊ ബൽക്കുള്ള ഏറ്റവും വലിയ സ്വീകാര്യോഗ്യമായ സനത്. അമ്മ എടുത്തതാ കൊണ്ടുവന്നിരുന്നത്. എന്നിട്ടോ ഈ രൂപത്തിൽ സഹോദരങ്ങളെ സനതുള്ള മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിപ്പോ ഇവിടെയില്ല. അതുണ്ടെങ്കിൽ സ്വഹാബികൾ സൂക്ഷിച്ചു വെച്ച പോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം, എടുത്തു വെക്കാം. പക്ഷെ ഇന്ന് ആ മുടി സ്വീകാര്യോഗ്യമായി എവിടെ? ആസാറുൻ നബവിയിൽ വളരെ വ്യക്തമായി തന്നെ തൊയ്മൂറിന്റെ ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇന്ന് ലോകത്ത് എവിടെയും സനദോടുകൂടി രേഖപ്പെടുത്തിയിട്ടില്ല. സനദോടുകൂടി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സനദിന്റെ ഒക്കെ കോലം എന്താന്ന് ചോദിച്ചാൽ, പണ്ട് കാശ്മീരിൽ ഹസ്രത്ത് ബാൽ പള്ളി, റസൂലുള്ളാഹിന്റെ ഹസ്രത്ത് ബാൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിപ്പള്ളിന്നാ. അപ്പൊ അവിടെ നബീനെ മുടി സൂക്ഷിച്ചിരുന്നു, അത് കളവുപോയി. ഭയങ്കര പ്രശ്നം. ചില ആളുകൾ പ്രചരിപ്പിച്ചു RSS കൊണ്ടേതാണ് ഓലമേത്ത് കണ്ടിട്ട് അവിടെ ആകെ കലാപായി പ്രശ്നങ്ങളായി. അവസാനം അവിടുത്തെ ഒരു IG എന്ത് ചെയ്തു? ഈ പ്രശ്നം ഒതുക്കാൻ വേണ്ടി ഒരു തന്ത്രം ചെയ്തു. എല്ലാവരും ശാന്തമായിരിക്കും, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന്. മൂപ്പർ അവിടെ പോയി, അവിടെയും ഇവിടെ പോയി എവിടുന്നോ ഒരു മുടിയെടുത്ത് നല്ലൊരു തിളക്കുള്ള ബോട്ടലിലൊക്കെ ഇട്ട് കൊണ്ടുവന്ന് എല്ലാ ആലിമ്യങ്ങളും കടന്നു വരിക, മുടി കിട്ടിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഒതുക്കണമെന്നാണ്. എല്ലാവരും വിളിച്ചെടുത്തി, എല്ലാവരും മേശയ്ക്ക് ചുറ്റിയിരുന്ന് അങ്ങനെ ഞാൻ തുറക്കാൻ പോകുകയാണ്. മൂപ്പരെ മുന്നിൽ തുറന്ന് കാണിച്ചു കൊടുത്താ ഇതല്ലേ മുടി. മുസ്ലിയാക്കന്മാരൊക്കെ നോക്കി, അവിടുത്തെ വലിയ ആലിമ്യങ്ങളൊക്കെ നോക്കി, ഇതന്നെ മുടി. മൂപ്പരെ ഇവിടുന്ന് ഒരു മുടി കുപ്പിയിലിട്ടുള്ളതാ. ഇതാപ്പോ ഇതിന്റെയൊക്കെ കഥ. എന്നിട്ട് അതെടുത്തിട്ട് ഉളുപ്പില്ലാതെ പറയാണെന്ത്? സ്വഹാബികൾ അത് സൂക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങളെ തള്ളിയിട്ടില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വിറ്റ വള്ളം വിറ്റ് കായ് ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ലേ? നിങ്ങളെ സദസ്സിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരാകലുണ്ട് ഞങ്ങൾ പറയുന്നത്. സത്യത്തിൽ ഞാനേ വിശ്വസിക്കില്ല. കാരണം എന്താ? നബിയറ്റ സഹോദരങ്ങളെ ഇവരെ സദസ്സിൽ ഹാജരാക്കണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒറ്റ മുടി ഉണ്ടാവില്ല മേത്ത്. കാരണം എന്താ? ഇവര് നബിനെ പിടിച്ചോ എന്നിട്ടുള്ള മുടി മുഴുവൻ പറിച്ചു. കാരണം ഇവർക്ക് കച്ചവടം ചെയ്യാനാണ്. അപ്പൊ എത്രത്തോളം വിഡിത്തമാണ് ഈ മുസ്ലിയാക്കന്മാർ ജനസമൂഹത്തിൽ പറഞ്ഞിട്ട് ശിർക്കിലേക്ക് ആളെ കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഉളുപ്പില്ലാതെ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇത് നിങ്ങൾ പറയാൻ അർഹതല്ല. കാസിമി തന്നെ അവസാനം പറയാണെന്ത്? ഞങ്ങളൊക്കെ കച്ചവടത്തിന്റെ ആൾക്കാരാണ്. അത് പറഞ്ഞ നിങ്ങൾ കേട്ടോളി. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളും മഹാന്മാരായ മഖ്ദൂം തങ്ങളും ആ മഖ്ബറയിലൊക്കെ മറപെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ പഠിപ്പിച്ചത്, ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പൊ സഹോദരങ്ങളെ, ഇവര് സുന്നിയല്ല, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. ശരിയാണ്, മൂപ്പരൊക്കെ ആയി പെട്ട ഒരാളല്ലാണ്. പക്ഷെ സ്വന്തം ഞാൻ കച്ചവടക്കാരാണെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ മൊത്തത്തിലാണ് പറഞ്ഞതാന്നുള്ളൂ. അത് നമ്മൾ എടുത്താണ് കേൾപ്പിച്ചതാ. അപ്പോ ഇവരൊക്കെ ഇതിന്റെ ആൾക്കാരാണ്. അപ്പൊ ഇവരെ പിന്നിൽ പോയാൽ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല. ഇവരൊക്കെ ശൈത്താൻ പേപ്പിച്ചു കൊണ്ടുപോവുകയാണെന്നാണ് വേറൊരു മുസ്ലിയാർ പറയുന്നത്. മുസ്ലിയാക്കന്മാരുടെ ഈ ദിക്റും ദുആയും സമ്മേളനം മറ്റൊന്നും മറിച്ചോ നെറ്റിമത്തെ ചൂട്ട് പോലെ വയലൊക്കെ കേട്ട് നിങ്ങൾ പേക്കണ്ട. കാരണം അതൊക്കെ മുസ്ലിയാക്കന്മാരെ പിശാചി പറ്റിക്കുകയാണ് എന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാം.
മൂപ്പരെ ഒരു മോചേരെ ചെയ്ത്താൻ പറ്റിക്കൽ എങ്ങനെ കള്ളുടിച്ചിട്ടാ? മോചേരെ വരി, നമ്മൾ കള്ളശാപത്തൊന്നും കരുതുന്നു, ലേശം കുടിച്ചു പോകാൻ പുറത്ത് പാളം ചുട്ടേണ്ടി വരൂലേ. മോചേരെ അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂജേരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക. ആദ്യം കുറച്ച് ഇടിമുട്ടിൻ്റെ അല്ല കജ്ജില് അങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീൻ്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചും വലിയ ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും. അത് ദിക്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്റ ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ട് കണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അവളെ അടുത്തോട്ടെ, നമ്മളവിടെ അടുക്കണ്ട. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്റ ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ട് കണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അവളെ അടുത്തോട്ടെ, നമ്മളവിടെ അടുക്കണ്ട. ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ നമ്മളവിടെ അടുക്കണ്ട. അല്ലോ, അപ്പോ ഓരടുത്തോട്ടെ നമ്മളാണ് അടുക്കേണ്ടതാണ്. ഓരടുത്തോട്ടെ നമ്മളാണ് അടുക്കേണ്ടതാണ്. അപ്പൊ മുസ്ലിയാക്കന്മാര് യഥാർത്ഥത്തില് ഈ രൂപത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ സമൂഹത്തിൽ ഉണ്ടാക്കി, അനാചാരങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ക്ഷണിക്കുന്നത് കൊടുക്കാൻ നരകത്തിക്കാണ്. സത്യത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഇല്ലാത്ത എത്ര പുത്തനാചാരം വരാൻ പോകുന്ന റബീഉൽ അവ്വലിൽ നടക്കുന്ന നബിദിനം ഇവിടെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണോ? അവിടുത്തെ സ്വഹാബികൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇമാമിങ്ങളുടെ പിൻബലം പോലും നിങ്ങൾക്കുണ്ടോ ആ വിഷയത്തിൽ? അത് പച്ചയായ ബിദ്അത്താണ്. ഹദഫ്തു വളരെ വ്യക്തമായി കൊണ്ട് തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അത് ബിദ്അത്താണ്. അത് ബിദ്അത്താണ്. അത് 3 നൂറ്റാണ്ടിന് ശേഷം ദീനിലുണ്ടായ പുത്തനാചാരമാണ്. അങ്ങനെ നിങ്ങൾ കൊണ്ടാടുന്നില്ലേ? അതേപോലെ എന്തെല്ലാം ദിക്റുകളും ദുആകളും ബിദ്അത്തുകളും നിങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സഹികെട്ട് കിതാബോധി സത്യം മനസ്സിലാക്കിയ ചില മുസ്ലിയാക്കന്മാരൊക്കെ ഇസ്ലാം പ്രസ്ഥാനത്ത് കടന്നു വന്നു. അങ്ങനെ ഇസ്ലാം പ്രസ്ഥാനത്ത് കടന്നു വന്നു. ആ രൂപത്തിൽ വമ്പിച്ച മാറ്റം തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു, എന്ത് ഞങ്ങൾ എന്ത് കണ്ടു മുജാഹിദായതാണ് എന്നല്ല. യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാരൊക്കെ ഇങ്ങോട്ട് മാറിയത് എന്താണ്? ലക്ഷ്യങ്ങൾ കണ്ട് മുജാഹിദായതാണ്. കൊണ്ടോട്ടിയിലും പല ഭാഗത്തും ലക്ഷ്യം കണ്ടുകൊണ്ട് മുജാഹിദുകളായതാണ്. പക്ഷെ ഇവർ പറഞ്ഞു ലക്ഷ്യങ്ങൾ കണ്ട് മുജാഹിദായതാണ്. കാരണം മുസ്ലിയാക്കന്മാർക്ക് പറയാം ഓരോ അന്നം മുട്ടുന്ന വിഷയമാണ്. അതുപോലെ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയും. പക്ഷേ ഇവരുടെ കൂടെ കൂടി സഹോദരങ്ങളെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മടവൂരികളിൽപ്പെട്ട ആളുകൾ വരെ പറയുന്നത് എന്താരോ, അത് അന്ധവിശ്വാസങ്ങളും ശിർക്ക് ബിദ്അത്തുകളൊക്കെ ഇപ്പൊ ദീലല്ലേ കേരളമല്ലേ പ്രചരിപ്പിക്കണം, അപ്പൊ ദീക്ക് പോന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മരുമകളുടെ കണ്ണീര് കാണാൻ മകൻ മരിച്ചാലും വേണ്ടിയില്ല എന്ന ദുഷ്ടയായ അമ്മായിമ്മന്റെ ചിന്തയാണ് ഈ മടവൂരിയാക്കുള്ളത്. ഓര് അത് പറഞ്ഞു. ആ ക്ലിപ്പ് ഇവിടെ ഇട്ടു, കേട്ടോളി നിങ്ങൾ. ലത്തീഫ് പറയുന്ന ആ ഭാഗം. ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്ന് കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. എന്റെ സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജീർണതകളെയും കുടികയറ്റുവാൻ ഏതെങ്കിലും അറബി പട്ടത്തിന്റെ അനുവാദമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ചില മുസ്ലിയാക്കന്മാർ വേഷം കെട്ടി രംഗത്ത് വന്നു. ആ വേഷം കെട്ടലിൽ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടെണ്ണം ഈ അടുത്തോടെ എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ, ഒരു 3-4 മണിയോടെ ഇറങ്ങിയിട്ടുണ്ട്. കരുതിക്കൊള്ളൂ, നമ്മളെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ ചോർത്തിയെടുക്കാൻ, ചികഞ്ഞെടുക്കാൻ, പറിച്ചെടുക്കാൻ, എന്നിട്ട് ആദർശ ശൂന്യരായി നരകത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാര്. ഭയങ്കര ആലിമുൽ അല്ലാമയാണ്. എന്താ പ്രസംഗം? നമ്മുടെ വിശ്വാസത്തെ ചെകഞ്ഞെടുത്ത് പറിച്ചെടുത്ത് ആദർശ ശൂന്യനായി നരകത്തേക്ക് തട്ടാനാണ് മുസ്ലിയാക്കന്മാർ ഇസ്ലാം പ്രസ്ഥാനത്തേക്ക് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവന്റെ മനസ്സിലുള്ള പകയും ദുഷ്ട ചിന്താഗതിയും എത്രയാണ്. ശിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദ് ഉൾക്കൊണ്ട പണ്ഡിതന്മാരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്താ, ഇവർക്ക് വടി കൊടുക്കുകയാണ്, ഇവരതിട്ട് ആഘോഷിക്കുകയാണ്, ഇവർക്കൊരു ഊന്നുവടിയായല്ലോ. പക്ഷേ ഇവൻ അത് പറയുമ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം നമുക്ക് പറയേണ്ടി വന്നു. എന്താ, ഇവൻ ആ കേസറ്റിൽ തന്നെ ആ വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു മുസ്ലിയാരായിരുന്നു. ഓ അടുത്ത കാലത്ത് ഇസ്ലാം പ്രസ്ഥാനത്ത് കടന്നു വന്നാണ്. ആ വൈരുദ്ധ്യങ്ങളൊന്ന് കേട്ടോളി. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഒരു 15-20 വയസ്സിന്റെ ഇടയിലാണ്. അതുവരെ സമസ്തക്കാരുടെ കൂടെ പാട്ടുംപാടി നടക്കുന്ന പരിപാടി. അപ്പൊ കൊടുക്കണ ലത്തീഫിന്റെ തൊള്ളിക്ക് മാങ്ങാന്ന് പറഞ്ഞ വർത്താനാണത്. ഇതുവരെ എന്ത് പറഞ്ഞു, മുസ്ലിയാക്കന്മാർ കടന്നു വന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനാണ്. അപ്പൊ ഓൻ ഇതിന്റെ ഉള്ളിലേക്ക് വന്ന എന്തിനാ ഇത് പ്രചരിപ്പിക്കാനാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വന്ന് ഈ ആദർശത്തെ ജനങ്ങളുടെ മുമ്പിൽ ആകെ താറുമാറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. കാരണം അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ആ രൂപത്തിലാണ്. അപ്പൊ സമസ്തക്കാരുടെ കൂടെ പാട്ടും പാടി നടന്ന മുസ്ലിയാരായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്നാ ഇതിലേക്ക് വന്നാല് സമസ്തക്കാർ പറഞ്ഞ പാട്ടും നേർച്ച ഉറൂസും ബാൻഡും വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ലക്കുലഹാനില്ലാത്തൊരു വണ്ടിയാ.
അതിലതൊക്കെ ഉണ്ടാവും. എന്നാ ഇസ്ലാം പ്രസ്ഥാനത്തേക്ക് വന്ന സഹോദരങ്ങളെ കിട്ടുന്ന 5 മിനിറ്റ് വേദികളിൽ തൗഹീദ് പറയാം. അതല്ല നമ്മളെ പിന്നെ മനസ്സിലെ നിയ്യത്ത്. 5 മിനിറ്റ് കിട്ടി 5 മിനിറ്റ് തൗഹീദ് പറയാ, ശിർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാ ഇവന് ആദർശ വിശദീകരണ യോഗം വെച്ച് ജനങ്ങളുടെ മുമ്പിൽ സ്റ്റേജും കെട്ടി സമസ്തക്കാരുടെ മുമ്പിൽ പാട്ടാടി നടന്നിട്ട് ഇവിടെ വന്നിട്ടും പാട്ട് തന്നെ പണി. നിർത്തിയിട്ടൊന്നുമില്ല. കേട്ടോളി നിങ്ങൾ ആ പാട്ട്, നല്ല പാട്ടാണ്. मौका मिलेगा तो हम बता देंगे तुझे कितना प्यार करते हैं सनम है मिलेगा तो हम बता देंगे तुझे कितना प्यार करते हैं सनम है मौका അപ്പൊ പാട്ട് പാടി സമസ്തക്കാരൊപ്പം നടന്ന് ബടി പാട്ട് തന്നെ. എന്നിട്ട് ഈ രൂപത്തിലുള്ള ആൾക്കാരെ ക്ലിപ്പൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഇട്ട് നടക്കുന്നത്. പിന്നെ വേറെ ആരാളുള്ളത്? ആധുനിക മതയുക്തിവാദിയായ ഹദീസ് നിഷേധിച്ച സലാസുല്ലമി സഹീൽ ബുഖാരിയിലെ 60ഓളം ഹദീസ് പച്ചക്ക് നിഷേധിച്ചു എന്ന് അഭിമാനത്തോടു കൂടി പറയാ. കേട്ടോളി നിങ്ങൾ ആ ഭാഗം. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ല കൂട്ടരെ. ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത് കണ്ടില്ല നിങ്ങള്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയോണ്ട് ഇസ്ലാം പ്രസ്ഥാനത്തിന് ഏത് സുന്നത്തെ ഏത് സംസ്കാരം നഷ്ടപ്പെട്ടത്? ആ നഷ്ടപ്പെട്ടത് ഇപ്പൊ ഞാൻ പറയണോ സഹോദരങ്ങള്? മടവൂരികളുടെ ക്ലിപ്പല്ലേ ഇവിടെ കൊണ്ടിടക്കുന്ന സെലഫി ഫെസ്റ്റ്, അവരിറക്കിയ ജിന്നും കുറെ ഇൻസുകൾ എന്ന് പറഞ്ഞ സിനിമ, അതേപോലെ അക്കരന്നൊരു സുൽത്താൻ തുടങ്ങി എത്ര സിനിമകൾ ഇപ്പൊ ക്ലിപ്പിട്ട് ഇവിടെ നടക്കണം. ഇതൊക്കെ ആരെ കൊണ്ട് കിട്ടിയതാ? ഹദീസ് നിഷേധിയായ സലാസുല്ലമിന്റെ കൂടെ കൂടി ആൾക്കാരെ കൊണ്ട് കിട്ടിയതാ. എന്നിട്ട് എന്ത് നഷ്ടം സംഭവിച്ചു? കണ്ടോളിങ്ങൾ നഷ്ടം. ഇസ്ലാം പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആളുകളും നിഷ്പക്ഷരായി കാര്യം മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കുക, ഞങ്ങൾ ഒരിക്കലും അനുകൂലിക്കാത്ത ആദർശമാണ് സഹോദരങ്ങളെ ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ഈ ഹദീസുകളെ നിഷേധിച്ച്, ജിന്നുകളെ നിഷേധിച്ച്, അതുപോലെ തന്നെ ഈ ഡോക്ടർ സുബൈറിന്റെ ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ദുർവ്യാഖ്യാനം ചെയ്ത് അദ്ദേഹത്തെ പോലും പരിഹസിച്ച് ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റാത്ത ദുഷ്പ്രവർത്തനങ്ങളും നീചകൃത്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതറിയാൻ വേണ്ടി അവരുടെ ഒരു സിനിമയുടെ ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വഴിയിലുള്ള മുഴുവൻ ജിന്നുകളും മാറിക്കോ. മാറാൻ കളിക്കരുത്. ഡോക്ടർ സുഗാരോട് കളിക്കരുത്. ജിന്നോളജിസ്റ്റ് ഡോക്ടർ സുഗാരോട് കളിക്കരുത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ ജിന്നുകളുടെയും ശത്രുവാണ് ഞാൻ. ആരും ഇരിക്കരുത്. കസേരയിലിരിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരാവണം. സർവ്വതി കാണുക. ജാഗരൂകരല്ലേ എല്ലാരും? അങ്ങനായ പറ്റൂ. മോന്റെ പേരെന്താ? അബ്ദുസലാം. ചോദ്യം കേട്ടപ്പോഴേ ഞമ്മക്ക് തോന്നി അബ്ദുസലാമാണെന്ന്. കസേരയിൽ ജിന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ജിന്നിന്റെ മേലിരുന്ന് പോകും. പിന്നെ സംഭവിക്കുന്നത് ഭീകരമായിരിക്കും. കണ്ടില്ലേ ജിന്നിന്റെ പല്ല് ബലൂണിൽ കൊണ്ടതാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വെറും ജാനല്ല, ഞാനൊരു ജിന്നോളജിസ്റ്റ് ആണ്. എന്താ പോയിട്ടോ? ഇന്നലെ രാത്രി പിന്നെയും കൂക്കി വിളിച്ച് ഹദീസിൽ വന്ന കുറച്ച് ആയത്തുകൾ നമ്മൾ ഓതിത്തരാം. ഉറക്കെ ചൊല്ലിക്കൊടുക്കണം. ഒരു മീൻകാരനായ ജിന്നാണ് ഓളമേത്ത്. അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത്. ജിന്നുകള് മീൻ വെക്കും അമ്മ. മുട്ടുസൂചി മുതൽ ബോംബ് വരെ വെക്കുന്ന ജിന്നുകളെ ഞമ്മക്കറിയാം. ഇവൻ വെറും കുട്ടിയല്ല. പെട്ടെന്ന് നടക്കരുത്. ജിന്നുകൾ കയ്യോ കാലോ ഇതിനകത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നടത്തിയ ജിന്നുകൾക്ക് വേദനിക്കും. സർവ്വതും കാണാൻ നടക്കൂ. നമ്മൾ അടയ്ക്കാൻ പോവാണ്. കയ്യോ കാലോ പുറത്തിട്ട് ഏതെങ്കിലും ജിന്നുകൾ ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് സഹരിച്ചാളി. അറിയണില്ല നമ്മളെ ചുറ്റിലും പല കോലത്തിലും അദൃശ്യരായ ജീവികളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് മക്കാറാ. ബുദ്ധമതത്തിൽപ്പെട്ട ഒരു ജിന്നിന്റെ കാലിലെ കുറ്റിപ്പുറത്തെ കോയമൻ അറിയാതെ കട്ടപ്പാര കുത്തി ദേഷ്യം വന്ന ബുദ്ധിച്ച ജിന്ന് കോയമോന്റെ ശരീരത്തിൽ തേസ് താമസാക്കി മൂപ്പര് ഉപദ്രവിക്കാൻ തുടങ്ങി ഇല്ലേ? ഒടുക്കം നമ്മൾ ആ ജിന്നിനെ പിടിച്ച് പുറത്താക്കിയത് കേട്ടില്ലേ? ബുദ്ധമതത്തിൽപ്പെട്ട ജിന്ന് പിന്നെ ഒരു മുസ്ലിം ആയിട്ടാ പുറത്തേക്ക് പോയത്. അൽഹംദുലില്ലാ. അതുകൊണ്ടൊരു ബാഡി പോലെ അല്ല ഡോക്ടറെ, നമ്മളിനി തേങ്ങ ഇടുമ്പോ അത് ജിന്നിന്റെ തലയിൽ വീണ അതിന്റെ തല പൊട്ടൂലേ? തേങ്ങ മാത്രമല്ല, ബാക്കി ചക്കയും ഇതിന്റെ തലയിൽ വീഴും. പറഞ്ഞത് നന്നായി. നാളെ നമ്മളെ പെരയില് തേങ്ങ വലിയ വേണ്ടാന്ന് പറയാലോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് ജിന്നെ മാറിക്കോ ജിന്നെ മാറിക്കോ
നമ്മളിതാ തേങ്ങടാൻ പോകുന്നാന്ന് തേങ്ങ വലിക്കാരൻ തെങ്ങിന്റെ മണ്ടേന്ന് പറഞ്ഞാ മതി. മലയാളത്തിൽ പറഞ്ഞാ മതിയാ? മതിയല്ലോ. കേരളത്തിലെ ജിന്നിന് നന്നായിട്ട് മലയാളം അറിയാം ഇല്ലേ? തന്നെ ബീഹാറൊന്നും കാഠ്മണ്ഡു വന്ന കുറെ ജിന്നുകൾക്ക് നമ്മൾ മലയാളം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അല്ല പിന്നെ. എന്താ സഹോദരങ്ങളെ, ഇത്ര പൈശാചികമായ പ്രവർത്തനങ്ങളാണ് ഈ മടവൂരികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്ത് പുലർന്നുപോയി എന്ന് മാത്രമല്ല, ആദർശരംഗത്ത് ശിർക്കിലേക്കും അതുപോലെയുള്ള അധാർമിക പ്രവർത്തനങ്ങളിലേക്കും എത്തി അവസാനം ഈ ആദർശത്തെയും ഇതിന്റെ വക്താക്കളെയും നശിപ്പിക്കാൻ ഹദീസുകളെ പോലും പച്ചയായി തേജോധം ചെയ്ത് അവസാനം സിനിമ വരെ ഇറക്കി അങ്ങനെ നീചരവും നിന്ദ്യരുമായി സമൂഹത്തിൽ അധംപതിച്ച വിഭാഗമായി പോവുക. എന്നിട്ട് ഇവരെ കൂട്ടുപിടിച്ചിട്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർക്കാപ്പോൾ ഖുറാഫികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പേരോട് പറയണ എന്താരോ, ഇവരായിട്ട് ഞാൻ നല്ല ബന്ധാണ്. പേരോടിന് ഇവരായിട്ടാണ് ബന്ധം, ഈ കൗമിനായിട്ട്. എന്നാ പിന്നെ നിലവാരം അറിയാലോ. പേരോട് പറഞ്ഞ നിങ്ങൾ കേട്ടോളി. 5 CD ഉണ്ട് എന്റെ അടുത്തുണ്ട്. എന്നോട് ഇവർക്ക് ഭയങ്കര സ്നേഹ, കാരണം ഞാനുമായിട്ട് ഭയങ്കര ബന്ധ. 5 CD ഉണ്ട് എന്റെ അടുത്തുണ്ട്. എന്നോട് ഇവർക്ക് ഭയങ്കര സ്നേഹ, കാരണം ഞാനുമായിട്ട് ഭയങ്കര ബന്ധ. സഹോദരങ്ങളെ, അപ്പൊ ആവർത്തിച്ച് കേൾപ്പിച്ചാണ്, അത് ആവർത്തിച്ച് കേൾപ്പിച്ചാണ് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ മൂപ്പര് പറയാണ് എന്റെ അടുത്തുണ്ട് ആ CD ഒക്കെ, കാരണം ഞാനായിട്ട് ഇവരായിട്ട് വലിയ ബന്ധാണ്. അപ്പൊ ഈ ബന്ധം ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് ഇറങ്ങി വെക്കുന്നത്. പക്ഷെ ഇറങ്ങിയത് കൊണ്ട് എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആളുകൾ വിഷയം പഠിച്ചു, ജനങ്ങൾക്കും ഈ സംഗതികളൊക്കെ ഏറെക്കുറെ മനസ്സിലായി എന്ന് മാത്രമല്ല, ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. മാത്രമല്ല, ഈ ചങ്ങരംകുളം സമ്മേളനത്തോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം പവിത്രമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന ജനസാഗരങ്ങൾ വിളിച്ചോതിയത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സത്യമാണ് എന്നുകൂടെ നിങ്ങളെ ഞാൻ സന്തോഷപൂർവ്വം ഉണർത്തുകയാണ്. ഇവിടെ വന്ന മുസ്ലിയാർ പറഞ്ഞ എന്താ, ഞങ്ങളുടെ ഈ രൂപത്തിലുള്ള ശിർക്ക് കൊണ്ട്, അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ആളുകളൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈമാനുള്ള ആളുകളെ വല്ലോരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്തോളി, ഒഴിഞ്ഞു പോയിക്കോളി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ചെങ്ങരംകുളത്ത് നടന്ന സമ്മേളനത്തിന്റെ ജുമാ ദിവസം നടന്ന ഒരു ജനക്കൂട്ടത്തെ 1-2 ക്ലിപ്പിലൂടെ കാണിക്കണം. അത് അഹങ്കരിക്കാനല്ല, ആ സമ്മേളന നഗരികളൊന്ന് കണ്ടോളി. പുത്തമ്പാദിയാളാണ്, മാന് മുറിച്ചുത്തിയാളെ പ്രസ്ഥാനമാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉണർത്തുകയാണ്. 16 സഹോദരങ്ങളെ, അവിടെ ഒരു ജനസാഗരമായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള പന്തലും അതുപോലെ തന്നെ ജനങ്ങൾ അണിനിരന്ന ഒരു സമ്മേളനമാണ് എന്ന് എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ വന്നവർ ഏകസ്വരത്തിൽ പറഞ്ഞു. അത് വലിയൊരു അഭിമാനം കൊണ്ട്, അതുകൊണ്ട് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമല്ല. പക്ഷേ ഇത് മുഖാന്തരം ജനങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്ത് കൊഴിഞ്ഞുപോയി എന്ന് പച്ച നുണ പറയുന്ന മുസ്ലിയാക്കന്മാരുടെ ആ സംഗതി തെറ്റാണ് എന്നും അതിന് വിപരീതമാണ് അവിടെ കണ്ടത് എന്നും മീഡിയകളിലൂടെ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ആളുകൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചതാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ മാത്രമല്ല, ആ സമ്മേളനത്തോടുകൂടി ആളുകൾ ആലിളകി. അവിടെ SKSSFകാരും അതുപോലെ തന്നെ AP-ക്കാരും ഒക്കെ മെനക്കെട്ട് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്താ, ആളുകൾ ഈ രൂപത്തിൽ സത്യം മനസ്സിലാക്കി പോകുമോ, നമ്മൾ കൊണ്ടുനടക്കുന്ന സുന്നത്തമാറ്റ് തകരോ എന്ന പേടി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ അവർ ചെയ്തത്. മതി. അപ്പോ ഈ ജിന്ന് പിശാച് സിഹിർബാധ തുടങ്ങിയ സംഗതികൾ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല എന്നും അതൊക്കെ അവസാനം അവർക്ക് തന്നെ അടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. പേരോട് ഈ രൂപത്തിൽ വാദം പറഞ്ഞു. എന്ത് പേരോട് പറയുകയാണെങ്കിൽ ഇവരുടെ വിശ്വാസം ഇപ്പൊ ജിന്ന് ഹാജരാകുന്നതാണ്. ആ ജിന്ന് ഹാജരാകുന്ന വാദം മുജാഹിദുകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഷംസുദ്ദീൻ ബാദത്തിന് ക്ലിപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് മൂപ്പര് പിന്നെ പറയാണ്, കണ്ടില്ലേ ജിന്ന് AP അബ്ദുൽ ഖാദറിന്റെ മൊയിലിന്റെ രൂപത്തിലൊക്കെ വരുന്നതാണ് ഇപ്പൊ വരെ വാദം. അവസാനം നമ്മള് നാദാപുരത്ത് ഹുസൈൻ സൽഫിയുമായി ഏറ്റുമുട്ടിയ പേരോടിന്റെ ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്തു. പേരോട് അവിടെ പറഞ്ഞു ജിന്നുകൾ മനുഷ്യരൂപത്തിൽ വരും. ഇപ്പൊ പേരോടിന്റെ വാദം എന്താ, മനുഷ്യരൂപത്തിൽ വരുന്ന. ഇബ്നു തൈമിയ്യന്റെ പുസ്തകമൊക്കെ വായിച്ചു. എന്തിനാ കാരണം, അവിടെ ഒരു ഔലിയന്റെ കറാമത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഔലിയ യഥാർത്ഥത്തിൽ ഔലിയല്ല, അത് ബാത്റൂമിൽ ഔലിയന്റെ രൂപത്തിൽ വന്ന് ലിംഗം കൊണ്ട് അടിച്ചതാണ് എന്നാ പേരോട് പറഞ്ഞത്. അവസാനം ചെക്കിയാട് പേരോടിന്റെ രൂപത്തിൽ തന്നെ ജിന്ന് പോയത് വരെ പേരോട് പറഞ്ഞു എന്നും അങ്ങനെ അവസാനം നമ്മളത് കഴിയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എന്ത് ഇപ്പൊ പേരോടിന് കൂട്ടൊരു വാദം എന്താ, ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കൂലെന്നാ. എങ്കിൽ പിന്നെ ചെക്കിയാട് പോയത് ആരാ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ഇപ്പൊ മൗലൈമാര് പറയുന്നു ശൈത്താൻ ഹാദിറാവൂന്ന് മാത്രല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. എങ്ങനെ ശൈത്താന് ഭയങ്കര പവർ കൊടുത്തിരിക്കാൻ ഇപ്പൊ മൗലൈമാര്. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും എന്ന് പറഞ്ഞാൽ ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളി. ഇപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചില്ലേ, അതെ ചിലപ്പോ നാളെ ചെന്ന് നോക്കിയാൽ അയാളെ ശൈത്താൻ കൂടിയിട്ട് വേറെന്തോ ആയിട്ടുണ്ടാവും, വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്തോ ആയിട്ടുണ്ടാവും.
എന്നാണ് ഇപ്പൊ മുജാഹിദ് മൗലവിമാർ പറയുന്നത്. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. രണ്ടാമത്തെ ഒരു തലത്തിലുള്ള പ്രവർത്തനം ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ കേട്ടില്ലേ? ശൈത്താൻ ഹാദറായിട്ട് നമ്മൾ ചിലപ്പോൾ മരിച്ച ആളെ അങ്ങ് മാറിപ്പോവും, അല്ലെങ്കിൽ വേറൊരുത്തന്റെ കോലത്തിലിങ്ങാവും. ഇങ്ങനെ ശൈത്താൻ ഇപ്പൊ ഒട്ടാകെ ഹാദറാകലാണ്. കൂട്ടത്തിൽ ഇവിടെയും കുറച്ച് ഹാദറായിട്ടുണ്ടാവും മുമ്പ്. ശൈത്താൻ ഇങ്ങനെ ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നുണ്ട്. അവളെ ഭർത്താവ് പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവി ആയിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദും പോയിട്ടില്ല. അതേ സമയത്ത് പോയവർ കാണുന്നു, അവര് വടകരണ്ടൊരു തെരീക്കത്ത് കള്ളത്തെരീക്കത്തി ഒരു തങ്ങളെ അക്കള്ളത്തെരീക്കത്തിൽ പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കും. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് തരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റ്യാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തരീക്കത്ത് രാജിവെച്ച് ഇനി ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തരീക്കത്താരോട് ശൈഖ് വലിയ കറാമത്താന്ന് വിചാരിച്ച് നടക്കണ്ടൊക്കെ ജിന്ന് പറ്റിക്കാണ്. സഹോദരങ്ങൾ, ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തേജോധം ചെയ്യാൻ ഉപയോഗിച്ച മറ്റൊരു സംഗതിയാണെന്ത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ പ്രസംഗിച്ചു നടന്നു എന്ത്? സെലഫി ഫെസ്റ്റ്. സെലഫി എന്ന ബാനറിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിൽ നടത്തിയ ഒരു പ്രവർത്തനം മേപ്പയൂർ സെലഫി കോളേജിൽ മടവൂരികളുടെതാണ്. ആ പ്രവർത്തനം നടത്തിയ മടവൂരികള് ആണ് എന്ന് സലാസുല്ലമി തന്നെ സമ്മതിക്കുന്നുണ്ട്. അല്ലെ, അവിടെ പേരോട് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിനു മുമ്പിൽ പേരോട് ആ സെലഫി ഫെസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. 19 എന്താണ്? സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ ഓതിയാല് അവർക്ക് പറ്റൂല. അവർക്ക് എന്താ വേണ്ടതെന്നറിയോ? ഫാത്തിഹയ്ക്ക് പകരം ഫാത്തിഹന്റെ അർത്ഥങ്ങൾ ഒരു പാട്ടാക്കി. എങ്ങനെ? സർവേശ്വരന് സർവസ്തോത്രങ്ങളും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞാണ്. അതുപോലെ തുടങ്ങിയിട്ട് പാട്ട്. എന്നിട്ട് ഈ പാട്ട് നമ്മളൊക്കെ ഫാത്തിഹ ദ്വാരക്കുമ്പോ ഏതെങ്കിലും ഒരു ആലിമീങ്ങളെ കൊണ്ട് ദ്വാരപ്പിച്ച് ആമീൻ പറയാ, ഒരു തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ച് ആമീൻ പറയുകയുള്ളൂ. എന്നാൽ ഇവരെ പരിപാടി എന്തറിയോ? 2 1 നമ്പർ പെൺകുട്ടികളെ വിളിക്കുക. അതിനിട്ട് ആ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുക. എന്നിട്ട് മൗലവിമാരും മുജാഹിദീങ്ങളൊക്കെ അധബോധ ഗുരുത്വത്തോടെ ജനഗണമന ചെല്ലുമ്പോൾ നിൽക്കുന്ന മാതിരി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ 2 പെൺകുട്ടികൾ ഫാത്തിഹന്റെ അർത്ഥം മലയാളത്തിൽ പാട്ടാക്കിയിട്ട് പാടുക. ഇവരിങ്ങനെ ഭക്തിയോടെ നിൽക്കുക. സെലഫി ഫെസ്റ്റ്. സെലഫി ഫെസ്റ്റ് എന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെയും ഇട്ടു ഇതേ രൂപത്തിൽ എന്ത് ആ ക്ലിപ്പ്. എന്നിട്ട് മൂപ്പര് ഇതേ രൂപത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഫാത്തിഹ ഓതുന്നത്, മരിച്ചോടത്ത് ഓതുന്നത്, അതേപോലെ കബറമ്പുറത്ത് ഓതുന്നത്, മയ്യത്തുള്ളതുമ്പോൾ ദിക്റുള്ളതൊക്കെ മുജാഹിദീങ്ങളെതിരാണ്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതുകൊണ്ടാണ്, സ്വഹാബികൾ ചെയ്യാത്തതുകൊണ്ടാണ്. അത് ഇമാമിങ്ങൾ പോലും ബിദ്അത്താണ് എന്ന് ഇമാം നബവി വരെ അവിടുത്തെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എതിർത്ത്. പക്ഷേ ഇവിടെ ഫാത്തിഹ ഓതി ഈ രൂപത്തിൽ പിന്നെ സെലഫി ഫെസ്റ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പിൽ തേജോധം ചെയ്ത പേരോടും കൂട്ടരും തന്നെ അത് ഈ സലാസുല്ലമിയായ വേസം മൗലവിന്റെ പാർട്ടി ചെയ്തതാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്ന് കേട്ടോളി. നമ്മൾ ഇത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസലാം സുലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാണിത്. അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാ അല്ലാഹ് കുറച്ച് വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാന്ന് വിചാരിക്കണ്ട.
അത് ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ തന്നെ താലപ്പൊലിയും എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിങ്ങളെയും മക്കളെയും ധരിച്ചിട്ട് താലപ്പൊലിയും എടുത്തിട്ട് ദേവാലയങ്ങളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ, നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം, ആ തോന്നിവാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൗലൈമാര് ചെണ്ട മുട്ടിച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് സലഫി ഫെസ്റ്റ്, അതിന്റെ പേര് നേർച്ചാന്നല്ല, സലഫി ഫെസ്റ്റ് അതിന്റെ പേരാ. എന്നിട്ട് മഹാബലി ഭയങ്കര താടിയും കൊടയല്ലായിട്ട് പിന്നെ സ്റ്റേജും വരെ സെൽഫി ഫെസ്റ്റ് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റ് എന്നല്ലോ, ബാനർ കെട്ടിയിട്ട് മാത്രമാണ് മിസാല്, ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ, പെൺകുട്ടികൾ, ഔറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോ അതിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഈ വേസമൗലവിന്റെ പാർട്ടിയാണ് ആ സലഫി ഫെസ്റ്റ് നടത്തിയത്. പിന്നെ എന്തിനാ ഞങ്ങളുടെ പേരിൽ അതിട്ട് ആക്ഷേപിക്കുന്നത്? ഞങ്ങളുടെ കോളേജുകളിൽ ആരെങ്കിലും അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അനിസ്ലാമികമാണ്. സംഗീതം, മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെയുള്ള കൂത്താട്ടങ്ങൾ അനുവദനീയമല്ല. അത് ഏത് സ്ഥാപനത്തിൽ ചെയ്താലും തെറ്റാ സഹോദരങ്ങളെ. പക്ഷെ അത് സമൂഹത്തിലെടുത്തിട്ട് നേർച്ച എന്ന അനാചാരത്തെ എതിർക്കുന്ന ഞങ്ങളെ തടയിടാൻ വേണ്ടി ഈ രൂപത്തിലെടുത്ത് ചേതോചനം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിരൽ ഞങ്ങളിലേക്ക് ചൂണ്ടുമ്പോൾ 3 വിരൽ നിങ്ങളുടെ ദേഹത്തേക്കാണ് ചൂണ്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾ മാലിക് ദീനാർ സ്കൂളിന്റെ നിങ്ങളുടെ EK വിഭാഗം ഔദ്യോഗികമായി നടത്തിയ ആ സ്ഥാപനത്തിൽ ഇതിനേക്കാളും ബഷളായ രൂപത്തിൽ നടത്തിയ ചില പിന്നെ സമസ്ത ഫെസ്റ്റുകൾ ഒന്ന് നിങ്ങൾ കണ്ടോളി. ഒക്കെ ഇതുപോലെ തന്നെയാണ്. മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് അകലാട് അവിടെ വെച്ച് നടന്ന പരിപാടിയാണ്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നിങ്ങളുടെ സ്ഥാപനങ്ങളില് നിങ്ങളുടെ ബഹുമാനന്മാരായ പണ്ഡിതന്മാര് പ്രസിഡന്റായി നിൽക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. എടപ്പാളില് ദാറുൽ ഹിദായയിൽ വെച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനം അവിടെ നടന്നില്ല ഇതുപോലുള്ള പേക്കൂത്തുകൾ, തെമ്മാടിത്തരങ്ങള്. അതൊക്കെ മറച്ചു വെച്ചിട്ട് മടവൂരികൾ മേപ്പയൂർ സലഫി കോളേജ് നടത്തിയ സലഫി ഫെസ്റ്റ് ഞങ്ങൾ ആക്ഷേപിക്കാൻ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള സംഗതികൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമൂഹത്തിലെ നികിഷ്ടരായ ഏറ്റവും വലിയ ജീവികൾ നിങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ കാസിം നിങ്ങളോട് പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇവനൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാര്? എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം? എന്തേ മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത്? എന്താ അവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ. അല്ല, അത്
അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാണ്. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൂടി വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ട്. താലേക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത, എന്താ ഇവരെ വിചാരം? അല്ല എന്താ ഇവരെ ഉദ്ദേശം? അല്ല ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തിനവർക്ക് വിരളകണ്ട ആവശ്യം? അല്ലോ അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ? പ്രമാണം കൊണ്ട് പ്രമാണത്തെ എതിർത്തൂടെ? നിങ്ങൾ എന്തിനാ ഈ സെൽഫി ഫെസ്റ്റ് മറ്റോ കെട്ടി നടക്കണേന്നാ? ഇതൊക്കെ ഇട്ടിട്ട് നടക്കുക. നിങ്ങൾക്ക് എന്താ തലയെ കെട്ടിട്ട് ആടി വെച്ച ആൾക്കാർ നിങ്ങൾക്ക് തീരെ ഉളുപ്പില്ലേ? ഇവരൊക്കെ ചവിട്ടാത്ത കാലം എന്തിനാണ്? അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തില് ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കണം, മാന്യത ഉള്ളവരൊന്നും അംഗീകരിക്കണില്ല എന്നാണ്. കേട്ടോളൂ, നിങ്ങൾ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ നികിഷ്ടരായ ജീവികളാണെന്നാ പറയുന്നത്. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല ഇവർക്കൊക്കെ പറ്റിയത് ഇങ്ങനെ പറഞ്ഞു നടന്നൂടെ? ഇതിനല്ലേ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല ഇവർക്കൊക്കെ പറ്റിയത് ഇങ്ങനെ പറഞ്ഞു നടന്നൂടെ? സലഫി ഫെസ്റ്റ് ഇട്ട് അതേപോലെ ജിന്നു പിശാചുകളിട്ട് നടന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ആ വികലമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആര് ചെയ്താലും, ഞങ്ങൾ ചെയ്താലും, അടവൂരികൾ ചെയ്താലും, നിങ്ങൾ ചെയ്താലും ഇതൊന്നും ഇസ്ലാമികമല്ല. അത് മാന്യമായ രൂപത്തിൽ തിരുത്താനും അതിനുവേണ്ടി ഗുണദോഷിക്കാനും ചെയ്യേണ്ടി മെനക്കെടല്ലാതെ സമൂഹ മധ്യത്തിൽ അതൊക്കെ ക്ലിപ്പിട്ട് കാണിച്ച് എരപ്പാക്കാൻ ശ്രമിച്ചാൽ ഈ രൂപത്തിൽ സമൂഹ മധ്യത്തിൽ നിങ്ങളെയും താരടിപ്പിക്കുന്ന ഒരുപാട് സംസ്കാരം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരൊറ്റ ക്ലിപ്പും കൂടെ ഈ വിഷയത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. എന്നാൽ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ പ്രഗത്ഭരായ സഖാഫികൾ നേതൃത്വം നൽകുന്ന പിന്നെ ജാറത്തിന്റെ ഉറൂസുകളോടനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനം, അതിനെ നിങ്ങൾ എതിർക്കാറുണ്ട്. എന്നാൽ ആ ഉറൂസ്, ഭീമാപള്ളി ഉറൂസും അതിനു മുമ്പ് അനസ് മൗലവി വായിക്കുന്ന ആ നോട്ടീസും അതിന്റെ വിശദീകരണങ്ങളും നിങ്ങളൊന്ന് കേൾക്കുക. ഉറൂസുകളിൽ, ഉത്സവങ്ങളിൽ നടക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നിവിടെ അമറാൻ ശ്രമിച്ചല്ലോ അലവി അല്ലേ? എന്നാ നോക്കിക്കോ, ഈ മാസത്തത് 2007 18 തീയതി ബുധനാഴ്ച 29 മുതൽ 27 വരെ 29 നാല് 27 ഞായർ വരെ എന്താണ്? വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളിയിൽ ഉറൂസ് മഹാമഹം. എന്താ അവിടെ ഉള്ളത്? കൊടിയേറ്റ്, സമൂഹ പ്രാർത്ഥന, റാത്തി ബാൻഡ്, ഹാരമുട്ട്, ബാൻഡ് മേളം, മെഗാ ഗാനമേള, മെഗാ സൂപ്പർ ഗാനമേള, മെഗാ സൂപ്പർ ഗാനമേള, സൂപ്പർ ഹിറ്റ് ഗാനമേള, പട്ടപ്രദക്ഷിണം, മൗലിദ് പാരായണം, സൂപ്പർ ഹിറ്റ് ഗാനമേള. എന്റെ ഒരു ഗാനമേള നടത്തുന്നാരാ? മെഗാ സൂപ്പർ ഗാനമേള. സിനിമ പിന്നണി ഗായകൻ അലക്സ് ആൻഡ് അഖില ആനന്ദ് ഉണ്ടോ? അപ്പോ സിനിമ പിന്നണി ഗായകൻ അലക്സ് ആൻഡ് ആനന്ദ്, പിന്നെ മൗലിദ് പാരായണം, മെഗാ ഗാനമേള, ജഹാരമുട്ട്, ദഹരാമുട്ട്, ബാൻഡ് മേളം. ഇങ്ങനെ ബാൻഡ് മേളം ഒക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുന്നു. അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുന്നു. അബ്ദുറഹ്മാൻ സഖാഫി മാത്രമല്ല, ഉമർ മൗലവി ഫാദിൽ വഹബി മാത്രമല്ല, ഷാഹുൽ ഹമീദ് സഖാഫി എവിടെ? ഗാനമേളക്കിടയിൽ വാല് സഖാഫിമാരുടെ പ്രസംഗം. അപ്പൊ പ്രസംഗവും ഗാനമേളയും പ്രസംഗവും ഗാനമേളയും ഉഷാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബന്ധമില്ല. ഇവരിത് സലഫി വെച്ചിടുമ്പോ തുടക്കം ഞങ്ങൾക്ക് ബന്ധമില്ല. ആഹാ, നിങ്ങൾക്ക് ബന്ധം വരും. 500ന്റെ തല കാണണം. 500ന്റെ ആ ബിംബിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോധം വരും. അത് ഞങ്ങൾക്കറിയാം. അത് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഖാഫിമാര് പോയിട്ട് പ്രസംഗിക്കുന്ന ആ ഉറൂസിന് പോലും എന്ത് അതേ ഗാനമേളയും ബഹളവും തീർന്നോ ഇല്ല. ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വിമർശിച്ചല്ലോ അലവി. ഭീമാപള്ളിയിലെ ഉറൂസുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ആരായിരുന്നു ഭീമാപള്ളിയിലെ ഖത്തീബ്? തെക്കൻ കേരളത്തിലെ കാന്തപുരം എന്നറിയപ്പെടുന്ന ഗൾഫ് നാടുകളിൽ ചെന്നാൽ പിരിവിന് വേണ്ടി ഞാൻ കാന്തപുരത്തിന്റെ അനുജനാണെന്ന് കള്ളം പറയുന്ന
മുഹമ്മദ് ബാദുഷാ സഖാഫി, മുഹമ്മദ് ബാദുഷാ സഖാഫി, മുഹമ്മദ് ബാദുഷാ സഖാഫി സഖാഫി ഖതീബായിരുന്ന ഭീമാപള്ളിയിലെ ഉറൂസിന്റെ രംഗം. ആ രംഗം കണ്ടോളൂ. സലഫി ഫെസ്റ്റും നിങ്ങളൊക്കെ ഒരുപോലെ കണ്ടോളൂ. കണ്ടോളൂ. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് മോരും മുതലും വെച്ച മാതിരിയാ പ്രകടനം. അവിടെ ഒരു പ്രശ്നമില്ല. സ്ത്രീ പള്ളിയിലേക്ക് ഇസ്ലാമിക വേഷം ധരിച്ചു പോയാൽ ഫിത്തന, അത് ഹറാമ്. പള്ളി പ്രവേശനം നേർച്ചപ്പറമ്പിലോ ആണും പെണ്ണും കൂടിക്കലർന്ന് ഇത്താത്തമാരുണ്ടോ സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്മാര് ഉള്ളിൽ കയറി നിന്ന് അണികളെ ശരിയാക്കി തൊടിയാണ്. അവിടെ ഒന്നും മുറിയുന്നില്ല, അവിടെ മറയില്ല, ഒരു പ്രശ്നമില്ല, അതിനൊന്നും കുഴപ്പമില്ല. നമ്മള് ഇസ്ലാമികപരമായ പള്ളിയിലേക്കുണ്ടായ പ്രശ്നം. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഈ സമൂഹത്തില് ഈ രൂപത്തിൽ പുരോഹിതന്മാര് എഴുത്തി വെച്ച അപകടമെന്ന് നിങ്ങൾ കാണണം. കണ്ടോ, സുന്നത്തമായത്തിന്റെ പ്രവർത്തകരാണത്. അവരുടെ ഡാൻസും പാട്ടും കൂത്തുകളും നേർച്ചപ്പറമ്പില് ഇനി കഴിഞ്ഞോ ഇല്ല, വീണ്ടും നമുക്ക് കാണാം. ആണും പെണ്ണും കൂടിക്കലർന്ന്, ആണും പെണ്ണും കൂടിക്കലർന്ന് അവിടെ ബർക്കത്തിന്റെ പഴമെടുക്കാൻ വേണ്ടി ഈ പള്ളി പരിസരത്തുള്ള ആ ഭീമാ പള്ളിയുടെ പരിസരത്ത് ജാറത്തിലേക്ക് വന്ന് ഈ രൂപത്തിൽ തക്ബീറുകൾ ധ്വനികൾ മുഴക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ആണും പെണ്ണും കൈകൊണ്ട് ഉയർത്തി അവിടെ തക്ബീർ ധ്വനികൾ മുഴക്കി കൊണ്ടുവരുന്നതാരാ? അമുസ്ലിങ്ങളല്ല, അന്യമതസ്ഥരല്ല, അവരുടെ ആചാരങ്ങളല്ല. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങളായ ഈ പുരോഹിതവർഗം ഫത്വ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, സഖാഫികൾ അവിടെ നേതൃത്വം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളും അവിടെയുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളുമാണ്. എന്നിട്ട് ഇതിനൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ച് പകരം സലഫി ഫെസ്റ്റ് ഇട്ട് ജിന്ന് പിശാചിനെ പിടിച്ച് ഒരു നിലക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഈ സമൂഹത്തിലെ ശിർക്കിന്റെ പൂജകന്മാരാണ്. നിങ്ങൾ ഈ സമൂഹത്തില് ഈ രൂപത്തില് അജ്ഞരായ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവരാണ്. ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും അതുപോലെ അനൈക്യവും ഉണ്ടായി. 924 സ്ഥാപിക്കപ്പെട്ട ജംഇയത്തുൽ ഉലമാ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന തൗഹീദ് പ്രസ്ഥാനത്തിൽ നിന്ന് 26 സമസ്ത എന്ന വാല് ചേർത്ത് ആദ്യമായി പിളർന്നത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾ മനുഷ്യജാലിക എന്ന ക്യാമ്പയിൻ വെച്ചിട്ടോ പൈതൃകത്തിലേക്ക് ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് എന്ന ക്യാമ്പയിൻ വെച്ചത് കൊണ്ടോ കാര്യമില്ല. സ്വന്തം വിഭാഗത്തിൽ പോലും ഫിത്തനയും കുഴപ്പങ്ങളും സൃഷ്ടിച്ച് മനുഷ്യ സമൂഹത്തിൽ ഫിത്തനയുണ്ടാക്കി മുറിഞ്ഞു പോകുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് അവകാശമില്ല എന്ന് ഞാൻ ഇവിടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സന്മാർഗം വ്യക്തമായി വന്നു കിട്ടിയതിനു ശേഷം ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിന് എതിരായി പ്രവർത്തിക്കുന്നു എങ്കിൽ, അതുപോലെ ഉത്തമരായ സ്വഹാബത്തിന്റെ മാർഗം വിട്ടുകൊണ്ട് പിരിഞ്ഞു പോകുന്നു എങ്കിൽ, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, അവന്റെ സങ്കേതം നരകമാണ്. വസാഅത്ത് മസീറാ, അത് എത്ര മോശമായ താവളമാണ്, സങ്കേതമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു സംഘം, അന്ത്യനാൾ വരെ സത്യത്തിന്റെ മാർഗത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സംഘം, സഹോദരങ്ങളെ, ഇവിടെ കേരള നേതൃത്വ മുജാഹിദീൻ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായ രൂപത്തിൽ വല്ല അഭിപ്രായങ്ങളും പ്രാസംഗികന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായി തീരുമാനമെടുത്ത് തിരുത്തുകയും ജനസമൂഹത്തിൽ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ജനങ്ങളെ വ്യക്തമായ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിയുക. ആരോപണങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരെയും അതുപോലെയുള്ള ആദർശ വൈരികളെയും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് ഹക്കിന്റെ മാർഗം ഉൾക്കൊള്ളുവാൻ നിങ്ങൾ കടന്നു വരമെന്നാണ് എനിക്ക് എൻ്റെ എല്ലാ പണ്ഡിതന്മാരോടും ഇവിടെ കൂടിയ നിഷ്പക്ഷമതികളോടും അതുപോലെ തന്നെ പ്രത്യേകമായ ഓരോ സംഘടനയുടെയും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായും അസത്യത്തെ അസത്യമായും മനസ്സിലാക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് പോലെ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ മുറിക്കുവാൻ വേണ്ടി അല്ലാഹുവെ എല്ലാവിധ മതസംഘടനകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് എതിർക്കുന്ന ഈ സന്ദർഭത്തിൽ അജയ്യമായി നിലനിൽക്കുവാനുള്ള കരുത്തും ഈമാനും ആദർശബോധവും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ജനസമൂഹത്തിൽ വേരുറച്ചു പോയ ഈ ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും വേരുകളറുത്ത് സമൂഹത്തെ തൗഹീദിലേക്ക് കൊണ്ടുവരുന്ന ഭാഗ്യവാന്മാരുടെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തരണേ നാഥ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തരണേ തമ്പുരാനെ. മുസ്ലിയാക്കന്മാരുടെ കരാള ഹസ്തങ്ങളിൽ അമരുന്ന ഈ പാവപ്പെട്ട സമുദായത്തെ തൗഹീദിന്റെ പ്രഭയിലേക്ക് നാഥ നീ വഴി നടത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.